അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശാന്തകുമാരി ടീച്ചർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രത്യേകിച്ചും ഗുരുജനങ്ങളെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കോട്ടൺ ഹില്ലിലെ പൂർവ്വ വിദ്യാർത്ഥിനികളും പൂർവ്വ അധ്യാപികരും ആയിട്ടുള്ള ഈ മഹാസദസ്സിനും, ഒരു 2-3 വരിയിൽ ഒതുങ്ങിയിരിക്കുന്ന പുരുഷന്മാരായ അതിഥികൾക്കും എൻ്റെ നമസ്കാരം. എന്ത് കാരണം കൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതെന്ന് ഞാൻ വളരെ ആലോചിച്ച് നോക്കി. ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിൽ മാത്രമല്ല, ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല. ഞങ്ങളെയൊക്കെ വീട്ടിലാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു വിദ്യാലയത്തിൽ കാലുകുത്തുന്നത് തിരുവനന്തപുരം വിമൻസ് കോളേജിലായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് പലരും കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് ഓരോ ഓർമ്മ വരുന്നത്, കൊച്ചു കുട്ടിയായിട്ട് അമ്മയുടെ കൂടെ ഒരു സ്കൂൾ ഡേക്ക് ഇവിടെ വരുന്നത്. അന്നൊക്കെ ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ ഒരു ഉത്സാഹവുമില്ല. ഇന്നും അതെ, പ്രസംഗം വലിയ ഉത്സാഹം കുറവാണ് മിക്ക ആളുകൾക്ക്. പരിപാടികൾ കാണാനായിട്ട് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ, ഞാനും എൻ്റെ സഹോദരിയും ഇവിടെ വരുന്ന. അന്ന് ഇങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അന്ന് എവിടെ വെച്ചായിരുന്നു എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. തീരെ കൊച്ചുകുട്ടികളായിരുന്നു. അപ്പോൾ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞു, അടങ്ങിയിരുന്ന് മീറ്റിംഗ് മുഴുവനും മിണ്ടാതെ ഇരുന്ന് സഹിച്ചിട്ടേ കലാപരിപാടികൾ കാണിക്കൂ, അതിന് മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന്. അന്നത്തെ കാലത്തെല്ലാം അച്ഛനമ്മമാർ പറഞ്ഞാൽ അനുസരിക്കും. അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കും. കാല് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ശരിക്കും എത്തുന്നില്ല. ഈ വലിയൊരു കസേര, ഒരു വെൽവെറ്റ് കസേരയുടെ മുകളിൽ ഇരുന്നിട്ട് കാല് താഴോട്ടേക്ക് എത്തുന്നില്ല. അപ്പോൾ കാലിങ്ങനെ ആട്ടരുതെന്ന് അമ്മ പറയുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഈ കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു. പിന്നെ രണ്ടാമത് ഇവിടെ വന്നത് ഒരു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടി ഇവിടെ വെച്ച് നടന്നു. അതൊരു 10 വർഷം മുമ്പേ. അതിനും ഞാൻ ഈ വിദ്യാലയത്തിൽ കടന്നു കയറി. അതാണ് പണ്ടത്തെ ആളുകൾ ചെയ്തിരിക്കുന്ന ഗുണവും ദോഷവും ഇനിയും വരുന്ന തലമുറകൾ അനുഭവിക്കുമെന്ന് പറയുന്ന വാസ്തവത്തിൻ്റെ ഒരു തെളിവാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു വലിയ 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 അമ്മാവൻ ഈ സ്കൂള് തുടങ്ങിയതിൻ്റെ ഫലമായിട്ടായിരിക്കും നിങ്ങൾ ഇന്ന് ഈ നല്ല കാര്യം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചത്. സ്വാതന്ത്ര്യനാൾ മഹാരാജാവിൻ്റെ അനിയൻ പുത്രൻ തിരുനാൾ ആണ് ഈ സ്കൂളിൻ്റെ തുടക്കം കുറിച്ചതെന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു കലാകാരനും കൂടെയായിരുന്നു. സ്വാതന്ത്ര്യനാളിൻ്റെ നമ്മൾ ആ കമ്പാരിസൺ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് പോകുന്നു. അതിൽ പുത്രൻ തിരുനാൾ കഥകളിയിൽ വളരെ ഭ്രമമുള്ള ആളായിരുന്നു. അദ്ദേഹം വളരെയധികം കഥകളി കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാലത്ത് ആണ് ഈ സ്കൂൾ തുടങ്ങിയത് എന്നാണ് ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് റിസർച്ച് നോക്കി കണ്ടുപിടിച്ചത്. ആ സമയത്താണെന്ന്. പിന്നെ 35-ലാണ് ഇന്നത്തെ ഫോമൽ സ്കൂൾ ഭാഗിച്ച് രണ്ടായിട്ട് 1935-ലാണ് തുടങ്ങിയതെന്ന് ടീച്ചർ പറഞ്ഞു. അത് അമ്മാവിൻ്റെ കാലത്ത് തന്നെയാണ്, അതിനെനിക്ക് സംശയമൊന്നുമില്ല. എന്തായാലും ഇത്രയൊരു നല്ല വിദ്യാലയത്തിൽ, അതായത് ഏഷ്യയിൽ ഏറ്റവും വലിയ പെൺകുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂൾ എന്ന പദവി അലങ്കരിക്കുന്ന സ്കൂളാണ് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ.